ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മലയാള സിനിമയിൽ ഒന്നടങ്കം ഒട്ടനവധി വിവാദങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ നിമിഷം നമുക്കൊപ്പം ഇന്ന് കൂടെയുള്ളത് മലയാള സിനിമയിലെ പ്രേം നസീറിൻ്റെ ആദ്യ നായികയായിരുന്ന നെയ്യാറ്റിൻകര കോമളമാണ്. അമ്മ സ്വാഗതം. അമ്മ പ്രേം നസീറിൻ്റെ ആദ്യ നായിക എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. അതേക്കുറിച്ച് ഓർക്കുമ്പോൾ എന്താ പറയാനുള്ളത്? അന്ന് അങ്ങനെ ഒന്നും വിചാരിച്ചിരുന്നില്ല. ഞാൻ ഇറങ്ങിയ കാലത്ത് എൻ്റെ മൂന്നാമത്തെ ചിത്രവും പിന്നെ നസീറിൻ്റെ ആദ്യ ചിത്രവുമായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ വയസ്സായി, എൻ്റെ അഭിനയത്തിനെ പറ്റിയല്ല പറയുന്നത്, പ്രേം നസീറിൻ്റെ ആദ്യ നായിക എന്നാണ് ഇന്ന് എല്ലാവരും അറിയപ്പെടുന്നത്. ഒരു തരത്തിൽ നല്ല കാര്യം. എന്നാൽ ഞാൻ അഭിനയത്തിന് ഒട്ടും പിന്നോക്കമായിരുന്നില്ല. ഞാൻ ഈ ഫീൽഡിൽ നിൽക്കാൻ ആ കാലത്ത് സാധിക്കാതെ പോയി. അതെൻ്റെ വിധിയെന്ന് ഇന്ന് സമാധാനപ്പെടുന്നു. അതുകൊണ്ട് നസീറിൻ്റെ നായിക എന്ന് പറഞ്ഞതിൽ എനിക്ക് ഒരു കുഴപ്പവുമില്ല, സന്തോഷം. ആദ്യ സിനിമ വനമാലയായിരുന്നു. വനമാല ആദ്യത്തെ സിനിമ വനമാല, രണ്ടാമത്തത് ആത്മശാന്തി, മൂന്നാമത്തത് മരുമകൾ, അതിലാണ് പ്രേം നസീർ നായകനായി വന്നത്. നാലാമത്തത് സന്ദേഹി, അത് എഫ് നാഗൂർ മദ്രാസിൽ എടുത്ത വലിയ അതിൻ്റെ ആർട്ടിസ്റ്റ് നിരയുണ്ടായിരുന്നു. അത് തമിഴ്, മലയാളം, തെലുങ്ക് മൂന്ന് ഭാഷയിലാണ് ഒരുമിച്ചെടുത്തത്. അതിൽ തമിഴിലും മലയാളത്തിലും തമിഴിലും തെലുങ്കിലും, തമിഴിലെ വലിയ എൻ ടി രാമറാവു വരെ ഉണ്ടായിരുന്നു അന്ന്. പിന്നെ MV രാജമ്മയായിരുന്നു അതിൽ നായിക. മലയാള വെർഷനിൽ ഞാനായിരുന്നു, നെയ്യാറ്റിൻകര കോമളമായിരുന്നു അതിൽ. അതാണ് സന്ദേഹത്തിൽ. അതിൽ നായകനായിരുന്നത് MG ചക്രവാണി, MGRൻ്റെ ജ്യേഷ്ഠൻ ചക്രവാണിയായിരുന്നു അതിൽ നായകൻ. അതായത് അത് തമിഴിലും തെലുങ്കിലും വേറെ ആർട്ടിസ്റ്റ്, മലയാളത്തിൽ ഞാൻ. അമ്മയ്ക്ക് 95 വയസ്സായി. 1950കളിലാണ് അമ്മ ഈ മലയാള സിനിമയിലേക്ക് വരുന്നത്. അന്നൊക്കെ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ സ്ത്രീകൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടിരുന്നോ? അഭിനയിക്കണം, പക്ഷേ ഇങ്ങനെ അന്നും എന്നും എപ്പോഴും നാടകം, സിനിമ എന്നൊക്കെ പറയുമ്പോൾ ആ കാലത്ത് 50കളിലൊക്കെ വലിയ സമൂഹം സ്വീകരിക്കാത്ത ഒരു വിഭാഗമായിരുന്നു സിനിമയും നാടകവും. നാടകത്തിൽ പോയാലും വളരെ ഹീനമായ ആൾക്കാർ സംസാരിച്ചു കളി. അങ്ങനെ ഒരു കാലം എൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്നു. ആ കാലത്താണ് യാഥാസ്ഥിക നല്ലൊരു കുടുംബത്തിൽ, ഉദ്യോഗസ്ഥ കുടുംബത്തിൽ നിന്ന് എനിക്ക് ഇതിലോട്ട് ചാൻസ് കിട്ടിയത്. ആദ്യം പോയില്ല, വലിയ ഒച്ചപ്പാടൊക്കെ ഉണ്ടായി. പിന്നെ രണ്ടാമതും കിട്ടിയപ്പോൾ ഞാൻ അഭിനയിക്കാൻ ഇറങ്ങി. അത് എൻ്റെ വിധിയാണെന്ന് ഞാൻ അന്ന് മനസ്സിലാക്കിയില്ല, ഇന്ന് മനസ്സിലാക്കുന്നു ഈ അവസാന കാലത്ത്. പക്ഷേ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. 5 ചിത്രത്തിൽ നായികയായിട്ട് ആക്ട് ചെയ്തു 5 വർഷം, 51 മുതൽ 55 വരെ. അതിനുശേഷം ഞാൻ ഇങ്ങോട്ട് എനിക്ക് ചാൻസ് കിട്ടി. മെറിലാൻഡ് സുബ്രഹ്മണ്യം മുതലാളി 2 പടത്തിന് സെറ്റ് ഇട്ടിട്ട് കാറും കൊടുത്ത് വീട്ടിലയച്ചു. പക്ഷേ ആ കാലം എനിക്ക് ഒറ്റയ്ക്ക് പോകാനുള്ള ധൈര്യമില്ല, ഒരു ജോലിക്കാരിയും കൊണ്ട് പോകാനുള്ള കഴിവുമില്ല. അന്ന് ഞാൻ കൊച്ചായിരുന്നു. അതുകൊണ്ട് വേണ്ട അതങ്ങ്. പിന്നെ എന്നെ ഇതിലോട്ട് ആരും മുന്നോട്ട് പോകാനൊട്ട് ആരും ഒരു സഹായത്തിനും ഇല്ലായിരുന്നു. എല്ലാവർക്കും സിനിമ വേണ്ട. അങ്ങനെ ഞാൻ എൻ്റെ നല്ല വിധിയോ ചീത്ത വിധിയോ തീർച്ചയായിട്ടും അതിലുണ്ടായിരുന്നെങ്കിൽ ഞാനും ഇന്നൊരു വലിയ അഭിനേത്രിയായിട്ട് അറിയപ്പെട്ടേനെ. പക്ഷേ എൻ്റെ അപകർഷബോധവും എൻ്റെ സ്വഭാവവും അതിന് ചേർന്നതല്ലായിരുന്നു. അതാണ് എനിക്കിങ്ങനെ സംഭവിക്കാൻ കാരണമെന്ന് ഇന്ന് ഈ 95-ാം വയസ്സിൽ ഞാൻ വിചാരിക്കുന്നു. ഞാൻ ആലോചിക്കുന്നു. സത്യമതാണ്, ആരുടെയും കുറ്റമല്ല എൻ്റെ വിധി. ഈ 5 സിനിമകളിൽ അമ്മ അഭിനയിച്ചെന്ന് പറയുന്നുണ്ട്. ഈ സിനിമകളിൽ അഭിനയിക്കുമ്പോൾ അന്നത്തെ കാലത്ത് ആരെങ്കിലും ഈ സ്ത്രീകളോട് മോശമായി, ഈ സിനിമാ സെറ്റിൽ ആരെങ്കിലും മോശമായി പെരുമാറിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞോട്ടെ, അതാണ് ഇന്ന് ഇതിനെപ്പറ്റി ഇങ്ങനെ പറയുന്നെങ്കിലും 5 വർഷം ഞാൻ ഈ ഫീൽഡിലുണ്ടായിരുന്നു. പുതിയതായിട്ട് എനിക്ക് അഭിനയിക്കാനോ ഒന്നും അറിയാത്ത പുത്തൻ സ്ത്രീ ഞാനും അമ്മയുമായിരുന്നു എന്നോടൊപ്പം വന്നിരുന്നത്. ഞങ്ങൾക്ക് അന്ന് സ്ത്രീകൾക്ക് താമസിക്കാൻ വേണ്ടി പ്രത്യേക ബംഗ്ലാവ്, അവിടെ ഞങ്ങൾ താമസിക്കും. അവിടെ ഭക്ഷണം കൊണ്ടുവരും, ഞങ്ങൾ കഴിക്കും. ഷൂട്ട് സമയമാകുമ്പോഴത്തേക്ക് റിഹേഴ്സലിന് പഠിപ്പിക്കുന്ന ആൾ വരും, അത് പറഞ്ഞു തരും, പോവും. ഞങ്ങൾ ആ ഷൂട്ട് സമയമാകുമ്പം പോയി അഭിനയിക്കും. അല്ലാതെ എനിക്ക് ഞാൻ സത്യം പറയുകയാണ്, എനിക്ക് ധൈര്യമായിട്ട് പറയാം, ഞാനൊന്നും ഒളിച്ചു വയ്ക്കുന്ന സ്ത്രീയല്ല. സത്യമായിട്ട് പറയുന്ന ഒരു സ്ത്രീയാണ്. ഇന്നും തലപോണ കാര്യമാണെങ്കിലും പറയാം. പക്ഷേ എനിക്ക് അവിടെ യാതൊരു തരത്തിലുള്ള ഇന്ന് പറയുന്ന പോലെ ആ കാലത്ത് ഉണ്ടായി എന്ന് പറയുന്നത് പോലെ ഒരു സംഭവവും എൻ്റെ ജീവിതത്തിൽ അവിടെ നിന്നുണ്ടായിട്ടില്ല.
പ്രേം നസീറിൻ്റെ കൂടെ അഭിനയിച്ചു. പ്രേം നസീർ സാർ എങ്ങനെയായിരുന്നു പൊതുവിൽ? പ്രേം നസീറാണ് അന്ന് ഒരു കൊച്ചു പയ്യൻ, എന്നെ പോലെ ഒരു ചെറുവ്, വണ്ണവും ഒന്നുമില്ല, 21-22 വയസ്സേ ഉള്ളൂ, ഒരു പാവം പയ്യൻ, അധിക സംസാരവും, എനിക്കും അതൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്കൊന്നും തോന്നിയില്ല, ഒരു സാധാരണ നല്ല വീട്ടിലുള്ള ഒരു മര്യാദക്കാരൻ പയ്യൻ, അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അത് അഭിനയിച്ച് പോകുന്നത് വരെ അതേ അഭിപ്രായം. ഇന്നും എനിക്ക് ആ മനുഷ്യനെ പറ്റിയ അഭിപ്രായമേ ഉള്ളൂ. വളരെ ജെൻറ്റിലായിട്ടുള്ള നല്ല മനസ്സുള്ള വലിയൊരു മനുഷ്യൻ എന്ന് തന്നെ ഇന്ന് ഞാൻ പബ്ലിക്കാണ് പറയുന്നു. പൊതുവിൽ പഴയ മലയാള സിനിമയിലെ സിനിമ സൈറ്റിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്. അല്ല, പക്ഷേ എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഒന്നും ഉണ്ടായിട്ടില്ല ആ കാലത്ത്. ഞാൻ നായികയായിട്ട് പോയി താമസ സ്ഥലവും ആദ്യമേ എല്ലാം പറയും, അല്ലാതെ ഈ മിങ്കിൾ കഴിച്ച് താമസിക്കില്ല. ഞങ്ങൾ സെറ്റിൽ പോകും, അഭിനയിക്കും, അവനവൻ്റെ കസേരയിൽ വന്നിരിക്കും. അത് കഴിയുമ്പോൾ നമ്മൾ താമസിക്കുന്നിടത്ത് പോകും. എനിക്ക് അവിടെ യാതൊരു കുഴപ്പവും ഈ 5 ചിത്രത്തിൻ്റെ അവിടെ എനിക്കുണ്ടായിട്ടില്ല. സത്യം ഉണ്ടായാൽ ഞാൻ തീർച്ചയായിട്ടും പറയും. അത് കഴിഞ്ഞ് ഞാൻ പോയപ്പോഴും എനിക്കുണ്ടായിട്ടില്ല. ഞാൻ 5-6 സീരിയലും ചെയ്തു വർഷങ്ങൾക്ക് ശേഷം. അവിടെ എനിക്ക് ഒരു അപാകതയും എനിക്ക് പറഞ്ഞാലുണ്ടെങ്കിലല്ലേ പറയാൻ പറ്റൂ. അവിടെ ഉള്ളവരെല്ലാം ഡീസൻ്റാണ്. ഞങ്ങൾ അഭിനയിക്കും, വീട്ടിൽ വരും, തിരിച്ച് അത് തീരുമ്പോഴത്തേക്കും ഞങ്ങൾ നാട്ടിലും വരും. അവിടെ അന്നൊന്നും എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. ഞാനോട്ട് നാടകത്തിന് അങ്ങനെ പോയിട്ടുമില്ല, എനിക്ക് അതറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞ സിനിമാ കാര്യം മാത്രം അന്നത്തെ കഥ. ഇന്നത്തെ കഥ പക്ഷേ പലതും കേൾക്കുന്നു. അത് ഇന്ന് സ്ത്രീകളും പുരുഷന്മാരുമായിട്ട് പോകുന്നിടത്തൊക്കെ ആൾക്കാർ പറയും. അത് യാഥാർത്ഥ്യമുണ്ടോ ഇല്ലെന്ന് എനിക്കറിഞ്ഞൂടാ. എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഞാനത് പച്ചയ്ക്ക് പറയാം. ഇന്നിപ്പോൾ മലയാള സിനിമയിലെ വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഒരുപാട്. ഇന്നിപ്പോൾ ഈ ദിവസം തന്നെ ഒരുപാട് സ്ത്രീകൾ വരുന്നുണ്ട്, പല നടന്മാരിൽ നിന്നും സംവിധായകരിൽ നിന്നും മോശം അനുഭവങ്ങൾ നേരിട്ടു എന്ന് പറയും. അതാണ്. അപ്പോൾ അത് ഇന്നത്തെ കാലവിശേഷമെന്നേ ഞാൻ പറയൂ. ഞാൻ ഇറങ്ങിയ കാലത്ത് ഇത്രയും ഒരുമിച്ചുള്ള സഹകരണം അന്ന് ഞങ്ങളില്ല. ഞങ്ങൾ അഭിനയിക്കുകയും 2 കസേരയിട്ടും അവിടെ ഇരിക്കും. സെറ്റ് സമയമാകുമ്പോൾ നമ്മൾ പോകും. അല്ലാതെ നമ്മൾ അതിന് ശേഷം കൂടിയാടിയിരുന്ന് ഞങ്ങൾ ഇന്നത്തെ പോലെ സംസാരിക്കില്ല. ഇന്ന് കാണുമ്പോൾ എനിക്കത് അതിശയം തോന്നുന്നു. ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യും, ഞങ്ങൾ തിരിച്ചു പോകും, ഞങ്ങൾ താമസിക്കുന്നിടത്ത് വരും. അല്ലാതെ ഈ കൂട്ടുകൂടിയുള്ള സംഭാഷണമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇന്നുമില്ല, അന്നുമില്ല, ഒരിക്കലുമില്ല. ഈ കൂട്ടുകൂടിയുള്ള യാത്ര മോശമാണെന്ന് കരുതുന്നുണ്ടോ? അത് അന്നത്തെ ഒരു യാഥാസ്ഥിതിക കുടുംബത്തിൽ നിന്നാണല്ലോ അമ്മ സിനിമയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ഈ അമിതമായി ഫ്രണ്ട്സ് എനിക്കിന്നുമില്ല. 95 വയസ്സായി. ഞാൻ ഇത്രയും വർഷം മിക്കവാറും ഒറ്റയ്ക്ക് ജീവിച്ച സ്ത്രീയാണ്. എനിക്ക് ഫ്രണ്ട്സ് ഇല്ല. പിന്നീട് എനിക്കല്ലാതെ അത്രമാത്രം അടുപ്പമുള്ള പെണ്ണുമില്ല, ആണുമില്ല, ആരുമില്ല. എനിക്കൊരു മൊബൈൽ പോലും ഇല്ല. എല്ലാം മൊബൈലുണ്ടെങ്കിലല്ലേ കുത്തി രഹസ്യം പറയണം. എനിക്ക് മൊബൈലില്ല. എന്നെക്കൊണ്ട് മൊബൈൽ വാങ്ങാൻ ശേഷിയില്ലാതെന്നുണ്ടല്ലോ. എനിക്കാരുമില്ല അങ്ങനെ പറയാൻ. ആർഡിനറി ഫോണുണ്ട്, അതിൽ കൂടെ എന്തെങ്കിലും ആരെങ്കിലും വിളിക്കും, അതിന് സമാധാനം പറയും, പോകും. അല്ലാതെ ഈ കൂടുതൽ ഈ ഫ്രണ്ട്ഷിപ്പും തോളിൽ കൈയിട്ടുള്ള പോക്കൊക്കെ അതൊക്കെ ഇന്നത്തെ കുട്ടികളുടെ ന്യൂ ജനറേഷൻ. എനിക്ക് അതിശയമാണ്. പക്ഷേ ഇന്ന് എൻ്റെ വാക്ക് ആരെങ്കിലും വിശ്വസിക്കുക, എന്നെ ആക്ഷേപിക്കും എല്ലാവരും കൂടി. അതുകൊണ്ട് ഞാൻ ബാക്കി ഒന്നും പറയുന്നില്ല. അത് കാലത്തിൻ്റെ വ്യത്യാസം. ഇന്നത്തെ ജീവിതചര്യയും ജീവിത അഭിലാഷങ്ങളും അതൊന്നും അന്നില്ല. അന്ന് സാധാരണ ജീവിക്കുന്നു. ഭക്ഷണം, വസ്ത്രം ന്യായമായിട്ടെല്ലാം എൻ്റെ വീട്ടിലുണ്ട്, ന്യായമായിട്ട്. ഇന്നിപ്പോൾ സിനിമയിലെത്തണമെങ്കിൽ സ്ത്രീകൾക്ക് പല അവസരങ്ങളും, അതായത് കിടക്ക പങ്കിടേണ്ടുന്ന ഒരു അവസ്ഥയുണ്ടെന്നാണ് സ്ത്രീകൾ നടികളായിട്ടുള്ള പലരും പങ്കുവച്ചിട്ടുള്ളത്. അത് ഇന്ന് അന്ന് എനിക്ക് അനുഭവമില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മിസ് കുമാരി, അന്ന് അധികം ആൾക്കാരില്ല. ആറന്മുള പൊന്നമ്മ ചേച്ചി, അവരും എന്നെപ്പോലെ ഡീസൻ്റ് സ്ത്രീയാണ് പൊന്നമ്മ ചേച്ചി. പിന്നീട് പൊന്നമ്മ ചേച്ചി അമ്മയായിട്ട് ആക്ട് ചെയ്തതാണ്. അവരാരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, അവിടെ എങ്ങും ഒന്നുമില്ല. പിന്നെ എൻ്റെ ഇന്നത്തെ ഇത്രയും കാലം കഴിഞ്ഞുള്ള എൻ്റെ ഇന്നത്തെ അഭിപ്രായം പറഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് ഈ പറയുന്നത് പോലെയൊക്കെ നടക്കും. അതായത് നമ്മുടെ ന്യൂ ജനറേഷൻ ഓൾഡ് ജനറേഷനെക്കാളും വളരെ വ്യത്യസ്തമായിട്ട് എനിക്ക് തന്നെ അതിശയം. അതുകൊണ്ട് അപ്പം അന്ന് വല്ലതും നടന്നിരിക്കാം, എനിക്കൊന്നും നടന്നില്ല. നടന്നെങ്കിൽ ഞാൻ പച്ചയ്ക്ക് ഇപ്പോൾ ഇത്രയും 95 വയസ്സായി പറഞ്ഞ വഴിക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. എന്നെ ആരും ഒന്നിനും വിളിച്ചിട്ടുമില്ല. അവർ കാണുമ്പോൾ ഒരു നമസ്തേ ചിരിച്ചുകൊണ്ട് പോകും, അത്ര തന്നെ. കൂടുതൽ ചിരിക്കാനും കാര്യങ്ങൾ അന്വേഷിക്കാനും ഒന്നും പോവില്ല. അതൊക്കെ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളുമായിട്ട്.
ഈ ആദ്യ സിനിമയിലേക്ക് എങ്ങനെയാണ് അമ്മ എത്തുന്നത്? ആദ്യ സിനിമയിൽ എത്തുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, എൻ്റെ ഒരു സഹോദരി ഭർത്താവ് തിയേറ്ററിൽ മാനേജരായിരുന്നു. നെയ്യാറ്റിൻകര ഒരു തിയേറ്ററേ ഉണ്ടായിരുന്നുള്ളൂ, ശ്രീകൃഷ്ണ കെ മേനോൻ നടത്തുന്ന ശ്രീകൃഷ്ണ ടാക്കീസ്, അവിടുത്തെ മാനേജർ. അവിടെ ഞങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അന്ന് നല്ലതങ്ക എടുക്കുന്ന കാലം. അപ്പം നല്ലതങ്ക എടുക്കുന്നവർ അതിൻ്റെ പ്രൊഡ്യൂസർ എല്ലാം കൂടി ഈ കൃഷ്ണ ടാക്കീസിൽ വന്നിരുന്നു. ഞങ്ങൾക്കറിയില്ല, അന്ന് ഞങ്ങൾ ഷോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ഞാൻ ഇറങ്ങാൻ കാരണം. അപ്പോഴത്തേക്ക് അതിലെ ഡയറക്ടറും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ചേട്ടൻ ഞങ്ങളെ ഫാമിലിയാണെന്ന് കാണിച്ചു കൊടുത്തിരിക്കാം. പിറ്റേ ദിവസം ചേട്ടൻ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഓമനെ ഇങ്ങനെ അയക്കുമോ? അപ്പോൾ വീട്ടിൽ ആ കാലം പൊട്ടിത്തെറി. ഞങ്ങളുടെ യാഥാസ്ഥിക കാലം ഉദ്യോഗമുള്ളവരാണ് അച്ഛനും അമ്മയ്ക്കും ആണെങ്കിലും നാടകം അന്ന് സംഗീതത്തിന് പോലും ഭ്രഷ്ടമുള്ള കാലമാണ്. സംഗീതം, ഡാൻസ്, ഇതൊക്കെ വളരെ ഹീന പ്രവൃത്തി ആ കാലം. അപ്പോഴാണ് ഇങ്ങനെ വന്നത്. ആദ്യം പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായി, അതിന് പോയില്ല. പിന്നെയും രണ്ടാമതും വീണ്ടും വന്നു എനിക്ക്. ഇന്ന കുട്ടിയെ ആരോ അതിലുള്ളവർ അന്വേഷിച്ചു. അപ്പം വീണ്ടും വന്നല്ലോ, അപ്പം കൊള്ളാമെന്നും പറഞ്ഞുകൊണ്ട് ഏതായാലും ഇറങ്ങി. അങ്ങനെയാണ് വനമാലയിൽ നായികയായി ചെയ്തത്. അതിനുശേഷം 5 വർഷം ഞാൻ 5 വർഷം തുടർച്ചയായിട്ട് 5 പടം ചെയ്തു. പിന്നെ എനിക്ക് കൂടെ വരാനും ആളില്ല. എനിക്ക് ഒറ്റയ്ക്ക് ധൈര്യമുള്ള ഒരു കുട്ടിയല്ലായിരുന്നു ഞാൻ. ഈ സിനിമയിലേക്ക് പോകുമ്പോൾ പിന്നെ 5 സിനിമകൾ അഭിനയിച്ചു. ഈ സിനിമയിൽ നിന്നും പിന്നെ അഭിനയിക്കാൻ കഴിയാതെ വന്നു. അത് വീട്ടിൽ നിന്ന് അത്തരത്തിലൊരു സപ്പോർട്ട് കിട്ടിയില്ലേ പിന്നെ അങ്ങോട്ട്? അല്ല, ഇവിടെ വേറെ സപ്പോർട്ടിന് വീട്ടിൽ ആരുമില്ല. ബാക്കിയെല്ലാം ഉദ്യോഗമുള്ളവരും കല്യാണവും കഴിഞ്ഞു പോയി. ഞാനും അമ്മയും മാത്രം. അമ്മ ടീച്ചറായിരുന്നു, അമ്മയും വയസ്സായി. കൂടെ വരാൻ ആരുമില്ല. എനിക്ക് ഒറ്റയ്ക്ക് ഒരു ജോലിക്കാരി ഒരാളിനെ കൊണ്ട് അന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും പിന്നെ പോകുന്ന സമയങ്ങളല്ല. അതൊക്കെ വർഷങ്ങൾ കഴിഞ്ഞത്. പിന്നെ എൻ്റെ കാലവും കഴിഞ്ഞു. പോണില്ല, സുഖമില്ല എന്നും പറഞ്ഞു പോയില്ല. മെറിലാൻഡ് സുബ്രഹ്മണ്യം മുതലാളി 2 പടത്തിന് എന്നെ വിളിച്ചു, സെറ്റിട്ട് വീട്ടിലയച്ചു.